കുമ്മൻവാദം, വായുക്ഷോഭം, കണ്ഠദോഷം, കോച്ച്, കൊളുത്ത്, മലബന്ധം തുടങ്ങിയ നാനാവിധ അസുഖങ്ങൾ ചെറുതേൻ ദിവസം 1 ഔൺസ് കഴിച്ചാൽ മാറും. ഒരു തുടം ചെറുതേൻ കഴിക്കാവോ എങ്കിൽ 110 വയസ്സാണ് ആയുസ്. ഇനി ചെവിക്കകത്തും കയറത്തില്ല, മുഖത്തും കയറത്തില്ല. കൈ മാത്രമേ ഉള്ളൂ. കൈ നീളക്കൈയും ഷർട്ട് ഇട്ടാൽ കയ്യിലും കടിക്കാനാ. പാൻറ്റും ബനിയനും ഇട്ട് കഴിയുമ്പോൾ സംഗതി ഓക്കെ. ആശാനെ എന്നാ ഇതിലെ ഇത് എന്നോട് വിശേഷം സാറേ? എന്നാ ഇതിലെ? ഞാൻ ഈ ടോമേട്ടൻ ഒന്ന് കാണാൻ വന്നതാ, കോഴിക്കോട് ടോമേട്ടനെ. ടോമിനെ കാണാൻ വേണ്ടി വന്നതാ ഞാനും. വല്യാത്ത ടോംസ് കണി പ്രസ്ഥാനം നടത്തുന്ന ടോമേട്ടൻ്റെ വീടാണിത്. അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഞാൻ വന്നതേ. ഈ ടോമിൻ്റെ ഒരു 2-3 വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, വൻ തേനീച്ചയുടെ ഒക്കെ. അപ്പം അദ്ദേഹം ഒരു തേനീച്ച കർഷകനാണ്. അതെ. ഇന്നിപ്പം ഒരു ചെറുതേനീച്ചയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ചെറുതേൻ വാങ്ങിക്കാൻ വന്നതാണ്. ചെറുതേൻ എന്തിനു വേണ്ടിയാ? ചെറുതേന് ഔഷധ ഗുണം വളരെയധികം ഉള്ള സംഭവമാണ്. അത് എല്ലാവരും മരുന്നിനെ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ എല്ലാ ദിവസവും ചെറുതേൻ 1 സ്പൂൺ കുടിച്ചിട്ടേ കിടക്കുള്ളൂ വൈകിട്ട്. ഈ ചെറുതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഔഷധ സസ്യങ്ങളുടെ, അതായത് കൃഷ്ണതുളസി അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളുടെ പൂവിൽ നിന്നും എടുക്കുന്ന തേനാണത്. അല്ലാതെ വൻതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഈ റബ്ബർ മരത്തേലെ റബ്ബറിൻ്റെ ഇലക്കൂടിൽ തേൻ വരും. ആ തേൻ ആ സീസണിൽ മാത്രം കൊണ്ടുപോയി ശേഖരിക്കുന്നതാണ് വൻതേൻ. അതുപോലെയല്ല ചെറുതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔഷധ സസ്യങ്ങൾ, നന്ദിയാർ വട്ടം, ഇങ്ങനെ തുളസി, ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളുടെ പുഷ്പത്തിൽ നിന്നെടുക്കുന്ന തേനാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ടോമിൻ്റെ അടുത്തേക്ക് പോയാലോ? അങ്ങോട്ട് പോകാം. ആശാൻ്റെ വീട് ഈ കാങ്ങോട്ട് തന്നെയല്ലേ? എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ അല്ലേ? അതുകൊണ്ട് ചെറുതാനുണ്ട്, പക്ഷേ അതുകൊണ്ട് തികയല. അതുകൊണ്ട് ടോമിനോട് ഒരു ദിവസം 1 തുടം വെച്ച് കുടിച്ചു നിത്യ യൗവനമാണ്. ഒരസുഖങ്ങളും വരികയില്ല, ഉദര സംബന്ധമായ അസുഖങ്ങൾ വരികയില്ല. അതുപോലെ നമുക്ക് മുഖകാന്തി വർദ്ധിക്കും. ആട്ടുംപാൽ കുടിക്കുന്ന പോലെയാണ്. ആട്ടുംപാലും പശുവും പാലും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് വൻതേനും ചെറുതേനും. അതുകൊണ്ടാണോ ഈ ആശാന്റെ ഈ സൗന്ദര്യമൊക്കെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, നമുക്ക് ഇച്ചിരി തേന്റെ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇച്ചിരി ചെറുതേൻ വാങ്ങിക്കാൻ വന്നതാ. കാര്യം നമുക്കുണ്ടെങ്കിലും അത് തികയുന്നില്ല. ഞാൻ ചെറുതേന് ഏപ്രിൽ 30 എടുത്തു. അതുകൊണ്ട് തികയില്ല. അതുകൊണ്ട് ഞാൻ 1-2 ബോട്ടിൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ നല്ല കാര്യം. ഓക്കെ. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. സാറേ, ഞാനും ഇദ്ദേഹവും തമ്മിൽ പരിചയപ്പെടുന്ന പാലാ സെൻറ് തോമസ് കോളേജിൽ വെച്ചാണ്. ഞാൻ ഫസ്റ്റ് PDCക്ക് 1989 ജൂണിൽ ചെല്ലുമ്പം ഇദ്ദേഹം അവിടെ KSUവിൻ്റെ നേതാവായിരുന്നു. അന്ന് പാനൽ അടച്ച് KSU ജയിച്ച ഒരു വർഷമായിരുന്നു. OP ഈനാസ് അച്ഛൻ ഒറ്റത്തെങ്ങെങ്കിലായിരുന്നു അന്ന് പ്രിൻസിപ്പള്. ശരിയല്ലേ? റോഷി അഗസ്റ്റിനൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, തോറ്റുപോയി. റോഷിയുടെ കൂടെ പഠിച്ചാണ് ആ കാലഘട്ടത്തിൽ പഠിച്ച. 2 ബാച്ചാണ്. ആണല്ലേ? അവര് KSU മത്സരിച്ചിരുന്നു. ഞങ്ങള് KSU ആയി. നിങ്ങൾ KSUം തമ്മിലായിരുന്നു മത്സരം അല്ലേ? റോഷിയൊക്കെ KSM. ടോമേട്ടന്, സെബാസ്റ്റ്യൻ, MJ, മാർട്ടിൻ, ഇവരെ ഈ പേരുകളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാർട്ടിൻ അന്ന് ജയിച്ചു, അന്ന് പാനലടച്ച് ജയിച്ചു. ടോം ഏത് ഇതിലായി മത്സരിച്ചേ? ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് അല്ലേ? സെബാസ്റ്റ്യൻ MJയും നമ്മുടെ റോഷി ഇഷ്ടമായിട്ടായിരുന്നു മത്സരം വന്നത്. അത് റോഷി തോറ്റുപോയോ? റോഷി തോറ്റുപോയി. അന്ന് എന്റെ ആരാധന പാത്രമായിരുന്നു പുള്ളി. കോളേജിൽ ചെല്ലുന്നു പുള്ളി, മോനെ എന്നാണ്ട് വിശേഷം, ഏതാ ഗ്രൂപ്പ് എടുത്തേക്കുന്നത് എന്നെല്ലാം ചോദിച്ച് നമുക്ക് എന്തിനും സപ്പോർട്ടായിരുന്നു. അപ്പം ടോമിന്റെ ജൂനിയറാണ് ആശാന്. അതെ. നമ്മൾ ചെറുതേനീച്ച എടുക്കുമല്ലേ? അപ്പം ഈ തേനീച്ച നേരിട്ട് എടുത്ത് തന്നെ ജയനാശാന് നമുക്ക് തേൻ കൊടുക്കാം അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാം. ടോം അത് തന്നെ ചെറുതേനീച്ച ഇളകി നടക്കുന്നേ. അത് കുടി പിരിയാൻ ചെയ്യാണ്ട് പെട്ടി ഡിവൈഡ് ചെയ്തില്ല. അതുകൊണ്ട് കുടി പിരിയാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. ഉടനെ ഇത് പതുക്കാൻ റാണിമുട്ട ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പതുക്കും. അതിനകത്ത് റാണിമുട്ടയുണ്ടോ? റാണിമുട്ട ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ പകുത്ത് വെക്കും. ഇല്ലെങ്കിൽ അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിലെ പകുത്ത് വെക്കത്തുള്ളൂ. ഈ ചെറുതേനീച്ച റാണിയുണ്ടോ? ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. വലിപ്പ വ്യത്യാസമൊക്കെ? വലിപ്പ വ്യത്യാസം കണ്ടു കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. മറ്റേത് കണ്ടു കിട്ടുന്ന അത്ര ഈസി ആയിട്ട് ഇത് കണ്ടു കിട്ടിയല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ റാണിയുണ്ട്, എല്ലാ കൂട്ടിലും ഉണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്താലോ? ഇത് ഇട്ട് കഴിഞ്ഞാൽ കുത്ത് കിട്ടിയാൽ പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊന്നും കുത്തത്തില്ല. അത് നമുക്ക്
ഇങ്ങനെ ഇങ്ങ് ഇടാം. ഇനി ചെവിക്കകത്തും കയറത്തില്ല, ഇല്ല, മുഖത്തും കയറത്തില്ല. ഇനി കൈ മാത്രമേ ഉള്ളൂ. കൈ നീളക്കൈയും ഷർട്ട് ഇട്ടാൽ കയ്യിലും കടിക്കാനാ. പാൻറ്റും ബനിയനും ഇട്ട് കഴിയുമ്പോൾ സംഗതി ഓക്കെ, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ പെട്ടിയാണ്, ഇത് പിരിയാറായ പെട്ടിയാണ്. പിരിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പെട്ടി ആദ്യം എടുക്കാം, അത് കഴിഞ്ഞ് ബാക്കി പെട്ടിയും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ. ആശാനെ, എന്തോ ഈ ചെറുതേനീച്ചയുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ, കടി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ അതുപോലെ വൻതേനീച്ച എന്നെ കുത്തി എനിക്ക് വൻതേനീച്ച ഇപ്പൊ കുത്തിയ വീർക്കുകയല്ല. പ്രതിരോധശേഷിയല്ലേ? അതെന്നാന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മാട്ടും പൊത്തിന്ന് വൻതേൻ എടുത്തതാണ്. അന്യായമായി കയ്യെ കുത്ത് കിട്ടി 3 ദിവസം പനിച്ചു. അതോടെ പ്രതിരോധശേഷിയായി. ഇപ്പൊ കുത്തിയ വീർക്കുകയല്ല. പുറത്തൊന്ന് ക്ലീൻ ചെയ്യണം, തുണി നനച്ചിട്ട്. ഇതിപ്പോൾ എല്ലാ വർഷവും നമ്മൾ എടുക്കുമോ? എല്ലാ വർഷവും എടുക്കും. ഇപ്പോൾ എടുക്കുന്ന സമയമാണല്ലേ? ഏപ്രിൽ മെയ് മാസം അല്ലേ? ഇതാണ് അതിൻ്റെ എൻട്രൻസ്, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന. ഇപ്പോൾ ഇതിനകത്ത് തേനീച്ച ഇല്ലെന്ന് തോന്നേ. ഉണ്ട്. കുറേ ഇളകി പോയെന്ന് തോന്നുന്നു അല്ലേ? പുറത്തൂടെ അടപ്പുണ്ട്. ഇത് കൂടെ എത്ര പെട്ടിയുണ്ട്? ഇത് കൂട്ട് ഒരു 40 പെട്ടിയുള്ളൂ. ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. വേറെ സ്ഥലത്ത് വല്ലതും ഉണ്ടോ? ഇല്ല, ചെറുതാൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പം ചെറുതാൻ എന്നാ വിലയുണ്ട്? 3000 രൂപ. അതിനകത്ത് തേന് കുറവാല്ലേ? കുറവാണ്. അത് ഇളകി പോയതുകൊണ്ടാണോ? ആയിരിക്കും. മുട്ടയും കുറവാണോ? ഇതിനകത്ത് റാണി മുട്ടയുണ്ടോ? റാണി മുട്ടയല്ലെന്നോ, ഒന്നുമല്ല. അല്ലല്ലേ? ഇതെല്ലാം സാധാരണ തേനീച്ചയുടെ മുട്ട അല്ലേ? സാധാരണ മുട്ട. ഇതിനകത്ത് ഇത്രയും തേൻ കുറഞ്ഞു പോകാൻ കാരണം? അത് കഴിഞ്ഞ വർഷം എടുത്തോണ്ടായിരിക്കും അല്ലേ? പിന്നെ കഴിഞ്ഞ ആണ്ട് പകുത്ത് വെച്ച ചെറിയ പെട്ടിയാണ്. ഇത് തേനാണ് കംപ്ലീറ്റ്. ഈ കാണുന്നതാണ് പൂമ്പൊടി. ഇത് അത് നമ്മൾ എടുക്കുന്നില്ല. പൂമ്പൊടിയല്ലേ തേനായിട്ട് മാറുന്നത്? അല്ല, പൂമ്പൊടി തേനീച്ചയുടെ ഭക്ഷണമാണ്. മഴക്കാലത്ത് അത് നമ്മൾ എടുക്കാണ്ട് ഈ തേൻ മാത്രമുള്ള ഭാഗമേ ഇപ്പം എടുക്കുന്നുള്ളൂ. ഇത് തേനുള്ള ഭാഗമാണ്. നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ 5 മിനിറ്റ് വെയിൽ കൊള്ളുമ്പോൾ ഇത് അരിച്ച് പാത്രത്തിൽ വീണ് ക്ലിയർ തേന ഉരുകി അതിനകത്ത് അടിക്കും അല്ലേ? ചെറുതാൻ വാങ്ങിക്കാൻ വന്ന ആശാന ഒരു ഉപകാരമായി അല്ലേ? എനിക്ക് നിങ്ങളുടെ വീഡിയോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ? ആശാൻ ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്നാലും അപ്രതീക്ഷിതമായി ഇതിലും പങ്കെടുക്കാൻ പറ്റി. തീർച്ചയായിട്ടും നിമിത്തം എന്ന് പറയാം. അതെ. ഇപ്പൊ കണ്ട ഒരു പെട്ടിയിൽ നിന്ന് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ 3000 രൂപ മേടിക്കുന്നത്. അല്ലാതെ വൻതേനീച്ചാന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയിൽ നിന്ന് ഒരു വർഷം 10-15 കിലോ തേൻ കിട്ടും. ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്ന ആദായം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 3-4 പെട്ടി എടുത്താൽ 1 ലിറ്റർ ആവുള്ളൂ. പിന്നെ നമുക്ക് പണിയൊന്നും ഇല്ലോ, ഇവര് പണിതോളൂല്ലോ. അവര് പണിതോളും. നമ്മളാണ് 3000 രൂപ പണിയുള്ളൂ. പിന്നെ ഇത് വെക്കുമ്പോൾ ഉറുമ്പ് കയറാതെ 2 ദിവസം ഒന്ന് നോക്കണം. എപ്പോഴും വന്ന് നോക്കണം ഉറുമ്പ് കയറുന്നുണ്ടോ. ജോനകം കയറിയാൽ പോകും. ഈ കാണുന്നേ വിരിയാറായ മുട്ടയാണോ? ഇത് വിരിയാറായത്. അതാണ് ഈ അറ്റത്ത് ഇത് ഈ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പുതിയ മുട്ട ഇട്ടേക്കുന്ന ഓപ്പൺ ചെയ്ത് ഇരിക്കുന്ന കള്ളികൾ. ഈ മുട്ടയിൽ റാണി മുട്ട ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് സീൽ ആയിട്ടില്ല. 2 ദിവസത്തിനകം സീൽ ചെയ്യും. ഒരു കൂടിനകത്ത് എത്ര റാണിമാർ കാണും? ഒറ്റ റാണിയുള്ളൂ. വൻതേനീച്ച പോലെ തന്നെ അല്ലേ? അത് വേറെ റാണി ഉണ്ടായിരുന്നാൽ ഈ കൂട് പിരിയും. പഴയപടി തന്നെ നമ്മൾ കെട്ടിവെക്കും അല്ലേ? എന്നിട്ട് ഈ തേനൊക്കെ പുറത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഉറുമ്പ് കയറാതിരിക്കാം. ഭംഗിയായിട്ട് തുടച്ച് തുണി നനച്ചിട്ട് ചുറ്റും തുടയ്ക്കും. ഈ ചെറുതേനീച്ചയ്ക്ക് നമ്മൾ മഴക്കാലത്ത് തീറ്റ കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇല്ല, വേണ്ട. അതിൻ്റെ ആവശ്യമേ ഇല്ല. അവര് ഇത് സൂക്ഷിച്ചു വെക്കും അല്ലേ? കണ്ടെത്തിക്കോളും. എന്തെങ്കിലും പുഷ്പങ്ങൾ പിന്നെ പെട്ടിക്കകത്ത് കുറച്ച് തേനൊക്കെ കാണുമല്ലോ, അതൊക്കെ എടുത്ത് കഴിച്ചോളും. പൂമ്പൊടി കാണും കുറച്ച്. പിന്നെ നമ്മൾ ചെടികളൊക്കെ പൂവുള്ള ചെടികളൊക്കെ വെച്ച് വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂമ്പൊടിയും കിട്ടും. നല്ലപോലെ വള്ളിയിട്ട് പെട്ടി മുറുക്കിയിട്ട് നമ്മൾ അതേ സ്ഥാനത്ത് തന്നെ
റീഫിക്സ് ചെയ്യും, ഒരു പരിക്കും ഇല്ലാതെ. ഒരു പരിക്കും ഇല്ലാണ്ട്. ഇപ്പൊ തേനിന്റെ അംശം ഉള്ളതുകൊണ്ട് ചിലപ്പം ഉറുമ്പൊന്ന് കയറാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് കയറിയല്ല, കാരണം ഇതിന്റെ എൻട്രൻസ് എല്ലാം ക്ലോസ്ഡാ. ഓഹോ, ഇത് കണ്ടോ, അവര് മെഴു വെച്ച് ക്ലോസ് ചെയ്തേക്കും. മെഴി കയറിയല്ല അല്ലേ? കയറിയല്ല. ഇതിന് 2 എൻട്രൻസ് ഇവർ ഇട്ടിട്ടുണ്ട്, ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ മെഴുകുള്ളതുകൊണ്ട് ഉറുമ്പ് കയറിയല്ല. അതേസമയം പുതിയ പെട്ടിയാണെങ്കിൽ ഈ മെഴുക് കാണിയല്ല. ഇവർക്ക് അകത്ത് കയറാൻ പറ്റും, മധുരത്തിന്റെ അംശം കണ്ട അകത്ത് കയറും. ഇത് തന്നെ ഉരുകി ഇതിനകത്തേക്ക് ചാടിക്കോളും. നല്ല പിഴിയണ്ട, നല്ല ക്ലീൻ ആയിട്ട് അതിനകത്ത് തന്നെ വീണോളൂ. നമ്മൾ ഈ മെഴുക് എന്തിനാ ഉപയോഗിക്കുന്നത്? മെഴുക് നമ്മൾ ഇതിന്റെ വാതില്, പുതിയ പെട്ടി ഇപ്പൊ വെക്കുമ്പോൾ അതിന്റെ വാതില് ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കും. അല്ലാണ്ട് ഇത് വിലയ്ക്ക് കൊടുക്കൊന്നുമില്ല. മെഴുകിന് വിലയില്ല. ഇല്ലല്ലേ? ചെറുതേൻ്റെ മെഴുകിനില്ല, വൻതേൻ്റെ മെഴുകാണെങ്കിൽ വില കിട്ടും. വൻതേൻ്റെ മെഴുകിന് വിലയുണ്ട്. ആശാന്റെ അറിവില് ഈ ചെറുതേൻ്റെ മെഴുകിന് എന്തൊക്കെ ഉപയോഗമുള്ളത്? എൻ്റെ അറിവിൽ ചെറുതേൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലെ ആൾക്കാർ വരാറുണ്ട്. വരുന്നത് ഒരു കൂട്ടരും മൃദംഗം വായിക്കുന്നവരാണ്. മൃദംഗം വായിക്കുമ്പം ആ മൃദംഗത്തിൻ്റെ വലന്തലയിൽ ഈ മെഴുക് തേക്കാറുണ്ട്, എന്തോ നാദം ശരിയാക്കാനായിട്ട്. അങ്ങനെ ഇവിടെ മൃദംഗ വിദ്വാൻ ആ ഷാജി എന്നോട് വന്ന് എപ്പോഴും മെഴുക് വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണെന്ന്. അപ്പോഴാണ് പുള്ളി പറയുന്നത് എൻ്റെ നാദം ശരിയാക്കാൻ അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പഴയ കാലത്ത് നാടൻ തോക്ക് ഉണ്ടായിരുന്നു, മസിൽ ലോഡിങ് റൈഫിൾ. നാടൻ തോക്ക്, അതായത് നമ്മൾ മരുന്നിട്ട് ചകിരിയിട്ട് പിന്നെ ഉണ്ടയിട്ട് പിന്നെ വീണ്ടും ചകിരിയിട്ട് ഇടിച്ചു നിറയ്ക്കുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പുറകിൽ ആ കൊത്തി വന്ന് വീഴുന്നോടത്ത് നമ്മൾ പേപ്പർ ഇങ്ങനെ ചുറ്റി വെക്കും. ആ പേപ്പർ വിട്ടുപോകാതിരിക്കാനായിട്ട് മെഴുക് കൂട്ടിയാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ആ പേപ്പറിനകത്ത് നമ്മൾ പൊട്ടാസ് ഇടും. എന്നിട്ട് നമ്മൾ ട്രിഗർ വലിക്കുമ്പോൾ ഈ പേപ്പറിനകത്ത് ഇത് പോകാതെ ഇങ്ങനെ മടക്കി വെക്കും. നമ്മൾ വീഡിയുടെ അവസാനം മടക്കി വെക്കുന്നവർ. അങ്ങനെ ഈ 2 ഉപയോഗത്തിന് ചെറുതേൻ്റെ മെഴുക് ചോദിച്ച് വരാറുണ്ട് ആൾക്കാർ. ഇത് തേനെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതുപടി അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഫിക്സ് ചെയ്യും. അന്നേരം ഇതിനകത്ത് പുറത്ത് പോയി ഈച്ച എല്ലാം തിരിച്ച് കയറിക്കോളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.